ഹായ് ഡിയേഴ്സ്, ഇന്ന് നമ്മൾ മൂന്നാമത്തെ ചാപ്റ്ററിലേക്ക് കടക്കുകയാണ്. മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ് അഥവാ പ്രോബബിലിറ്റി, സാധ്യതകളുടെ ഗണിതം. അതാണ് നമ്മുടെ മൂന്നാമത്തെ ചാപ്റ്റർ. നിങ്ങൾക്കറിയാം അല്ലെ, ഒരു കോയിൻ ടോസ് ചെയ്യുന്നത് വെച്ചിട്ടാണ് നമ്മൾ സാധാരണ സാധ്യതകൾ പറയാറുള്ളത്. ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ ഹെഡ് വരാനുള്ള സാധ്യത, ടെയിൽ വരാനുള്ള സാധ്യത, ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ പ്രോബബിലിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നത്. കുറച്ച് കഴിയുമ്പോൾ ചില ബുദ്ധിമുട്ടുകൾ നമുക്ക് അനുഭവപ്പെടാറുണ്ട്. 2 ബോക്സ് തരിക, അതിൽ നിന്ന് ഓരോ ടോക്കൺ ആയിട്ട് എടുക്കുക, അല്ലെങ്കിൽ 3 ബോക്സസ് തരിക, അതിൽ നിന്ന് ബീഡ്സ് സെലക്ട് ചെയ്യുക, സെയിം കളർ വരാനുള്ള സാധ്യത, ഈവൻ നമ്പർ വരാനുള്ള സാധ്യത, 2 ഓഡ് വരാനുള്ള സാധ്യത, അറ്റ്ലീസ്റ്റ് ഒരു ഈവൻ നമ്പറെങ്കിലും വരാനുള്ള സാധ്യത, ഇതൊക്കെ സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്നതാണ്. ആ ഭാഗത്തേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഏതാണെന്ന് നമുക്ക് നോക്കാം. യെസ്, ഇതാണ് ക്വസ്റ്റ്യൻ. 2 boxes, one containing 10 slips numbered 1 to 10 and the other 5 slips 1 to 5. One slip is taken from each box. What is the probability of both being odd? ക്വസ്റ്റ്യൻ മനസ്സിലായിട്ടുണ്ടാവും. എന്നാലും ടീച്ചർ ഒന്നുകൂടി പറയാം. 2 ബോക്സ് ഉണ്ട്. അതില് ഫസ്റ്റ് ബോക്സിൽ 1 to 10 വരെയുള്ള നമ്പേഴ്സിന്റെ സ്ലിപ്സ് ആണ് കിടക്കുന്നത്. സെക്കൻഡ് ബോക്സിൽ 1 to 5 വരെയുള്ള നമ്പേഴ്സിന്റെ സ്ലിപ്സ് ആണ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ ഇതാണ്: 1 slip is taken from each box. ഓരോ ബോക്സിൽ നിന്നും ഓരോ സ്ലിപ്പായിട്ട് എടുക്കുകയാണ്. റാൻഡം സെലക്ഷൻ ആണ്. പ്രോബബിലിറ്റിയിൽ നമുക്കറിയാം റാൻഡം സെലക്ഷൻ ആണ് സംഭവിക്കുന്നത്, അല്ലാതെ നമ്മൾ ഇന്നത് നോക്കിയെടുക്കലല്ല. റാൻഡം ആയിട്ട് നമ്മൾ ഓരോന്നും എടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ബോത്ത് ബീയിങ് ഓഡ് ആവാനുള്ള, 2 ഓഡ് നമ്പേഴ്സ് കിട്ടാനുള്ള സാധ്യത എന്ത് എന്നാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം പ്രോബബിലിറ്റി കാണുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയുന്നതാണ്. എന്നാലും ടീച്ചറോട് തന്നെ എഴുതിയുള്ളൂ. പ്രോബബിലിറ്റി ഈസ് ഈക്വൽ ടു number of favorable outcomes divided by total number of outcomes. ഔട്ട്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? റിസൾട്ട് ആണ്. ടോട്ടൽ എത്ര റിസൾട്ടുകൾ ഉണ്ടാവാം, അതിൽ നമ്മൾക്ക് വേണ്ട റിസൾട്ടുകൾ എത്ര, അത് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നതാണ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് വേണ്ടത് ഏതാ? ഫേവറബിൾ ആയിട്ട്. നമ്മളോട് ചോദിച്ചത് എന്താണ്? ബോത്ത് ബീയിങ് ഓഡ്, 2 ഓഡ് നമ്പേഴ്സ് വരാനുള്ള സാധ്യതയാണ്. അപ്പൊ നമ്മൾക്ക് വേണ്ടത്, നമ്മുടെ ലക്ഷ്യം 2 ഓഡാവുക എന്നുള്ളതാണ്, ആണല്ലോ. പക്ഷെ അങ്ങനെ ആയിരിക്കില്ലല്ലോ ടോട്ടല്. എങ്ങനെ വേണമെങ്കിലും നമുക്ക് പെയേഴ്സ് ആക്കാം, അല്ലെ? അപ്പൊ എത്ര പെയേഴ്സ് ഉണ്ട്, ടോട്ടൽ എത്ര പെയേഴ്സ് കിട്ടും എന്നതാണ് ആദ്യം നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് നോക്കാം. സ്ലിപ്പുകൾ ഉണ്ടാക്കി തന്നെ ടീച്ചറോടെ കാണിച്ചു തരികയാണ്. കൂടുതൽ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ടീച്ചർ 2 ബോക്സിൽ ആയിട്ട് നമുക്ക് തന്നിട്ടുള്ള സ്ലിപ്പുകളെ ഒരുക്കിയിട്ടുണ്ട്. എ ബോക്സിൽ 1 to 10 സ്ലിപ്സും ബി ബോക്സിൽ 1 to 5 സ്ലിപ്സും. നമുക്ക് ആദ്യം അറിയേണ്ടത് ടോട്ടൽ ഔട്ട്കംസ് അഥവാ എത്ര പെയേഴ്സ് ഇതിനെ കൊണ്ടുണ്ടാക്കാം എന്നുള്ളതാണ്. ഏത് നമ്പർ വേണമെങ്കിലും നമുക്ക് എടുക്കാലോ, ഏതും നമ്മുടെ കയ്യിൽ വരും. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഏതാ നമ്മുടെ കയ്യിൽ വരുന്നത് നമുക്കറിയില്ല. നമ്മൾ ടോട്ടൽ പെയേഴ്സിനെ കാണാൻ പോവാണ്. ഫസ്റ്റ് ടീച്ചർ ഈ 1 വെച്ചിട്ട് എത്ര പെയർ ഉണ്ടാക്കാം എന്ന് നോക്കുകയാണ്. 1 എന്ന് പറയുന്ന നമ്പർ ടീച്ചർ കയ്യിലെടുത്തു. ഫസ്റ്റ് ജോഡി പെയർ ഒപ്പിക്കാൻ പോവാണ്. 1 1 ഉണ്ടാക്കാം, 1 2 ഉണ്ടാക്കാം, 1 3 ഉണ്ടാക്കാം, 1 4, 1 5, 1 6, 1 7, അങ്ങനെ 1 10 വരെ 1 കൊണ്ട് ഉണ്ടാക്കാം.
റൈറ്റ് 10 എണ്ണമായി. 1 എന്ന് പറയുന്ന ഒരൊറ്റ സ്ലിപ്പ് കൊണ്ട് തന്നെ 10 എണ്ണം ഉണ്ടായി കഴിഞ്ഞു. ദെൻ 1 ടീച്ചറൂടെ വെച്ചു. അടുത്ത നമ്പർ 2 എടുത്തു. 2 വെച്ചിട്ട് നമുക്ക് എത്ര എണ്ണം ഉണ്ടാക്കാൻ പറ്റും? യെസ്, പറഞ്ഞോളൂ. 2 1, 2 2, 2 3, 2 4, 2 5, 2 6 അങ്ങനെ 2 10 വരെ. അവിടെ നമുക്ക് 10 പേഴ്സ് കിട്ടി. 3 വെച്ചിട്ടും ഇതേപോലെ 3 1, 3 2, 3 3, 3 4, 3 5 എക്സെട്ര 3 10. അവിടെയും നമുക്ക് 10 എണ്ണം. 4 വെച്ചിട്ടും 4 1, 4 2, 4 3, 4 4, 4 5 ഇങ്ങനെ നമുക്ക് 4 10. ഇതിൽ ഏതാ നമ്മുടെ കയ്യിൽ കിട്ടുക നമുക്കറിയില്ല. അതുകൊണ്ടാണ് എല്ലാ പേഴ്സും കാണുന്നത്. ലാസ്റ്റ് 5 വെച്ചിട്ടും ടീച്ചർ പേഴ്സ് ഉണ്ടാക്കുന്നു. 5 1, 5 2, 5 3, 5 4, 5 5 എക്സെട്ര 5 10 വരെ. അവിടെ 10 പേഴ്സ് നമുക്ക് കിട്ടി. ടോട്ടൽ എത്ര പേഴ്സ് ഉണ്ട്? യെസ്, 50 പേഴ്സ്. അതൊന്ന് നമുക്ക് ബോർഡിൽ എഴുതാം. സ്ലിപ്പ് വെച്ചിട്ട് കാണിച്ചു തന്ന ആ ജോഡികള് ടീച്ചർ ബോർഡിൽ ഇവിടെ എഴുതിയിരിക്കുന്നു. എയില് 1 to 10, ബി എന്ന് പറയുന്ന ബോക്സില് 1 to 5. Then what will be the pairs? 1 വെച്ചിട്ട് 1 1, 1 2, 1 3, 1 4 etc. 1 10. 2 വെച്ചിട്ട് 2 1, 2 2 etc. 2 10. 3 വെച്ചിട്ട് 3 1, 3 2 etc. 3 10. And 4 വെച്ചിട്ട് 4 1, 4 2 etc. 4 10. And 5 വെച്ചിട്ട് 5 1, 5 2 etc. 5 10. Total number of pairs എത്രയാണ്? Total number of pairs is equal to yes 50 ആണല്ലോ. പക്ഷെ ഇതുപോലെ നമുക്ക് ഈ കാർഡ് വെച്ചിട്ട് നോക്കാനൊക്കെ എക്സാമിന് കഴിയോ? ക്ലാസ് എടുക്കുമ്പോ മനസ്സിലാക്കി തരാൻ വേണ്ടി ടീച്ചർ ചെയ്ത ഒരു മെത്തേഡാണിത്. ഇതുപോലത്തെ ക്ലാസ്സിൽ നമുക്ക് എക്സാം എഴുതുമ്പോ സാധിക്കുമോ? നെവർ, സാധിക്കില്ല. അപ്പൊ ഇതിന് വേറെ എന്തോ ഒരു മെത്തേഡ് ഉണ്ടായിരിക്കാം അല്ലെ? ഉറപ്പാണ്. ഇതിന് നമ്മൾ പറയുന്നത് എ ക്രോസ് ബി എന്നാണ്. എ ക്രോസ് ബി മീൻസ് എത്ര പേയേഴ്സ്? എ ക്രോസ് ബി പേയേഴ്സ് ആക്കുക. എത്ര മാത്രം പേയേഴ്സ് കിട്ടും എന്നുള്ളത്. എയിൽ എത്ര നമ്പേഴ്സ് ഉണ്ട്? യെസ്, 10. n of a is equal to 10 number of members in A. 10 ആണ്. What will be n of b? Number of members in B. Yes, that is 5. n of b is equal to 5. നമുക്ക് കിട്ടിയ ആൻസർ എന്താ? 50 ആണ് അല്ലെ? ടോട്ടൽ നമ്പർ ഓഫ് പേയേഴ്സ് 50 ആണ്. എന്താണ് ഇത് തമ്മിലുള്ള റിലേഷൻ? യെസ്, 10 into 5. n of a cross b. a cross b യിലെ ഉള്ള നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ n of a into n of b. അത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതിയായിരുന്നു. ഇത്രയും ഒന്നും എഴുതി വരേണ്ട ഒരാവശ്യമില്ല. മനസ്സിലായല്ലോ? n of a cross b അതായത് പേയേഴ്സിന്റെ എണ്ണം കിട്ടാൻ എന്ത് ചെയ്താൽ മതി? 10 into 5. That n of a cross b is equal to 10 എന്ന് പറഞ്ഞാൽ n of a into 5 എന്ന് പറഞ്ഞാൽ n of b. ഇത്ര മതിയായിരുന്നു. ഇപ്പൊ നമ്മുടെ ടോട്ടൽ നമ്പർ ഓഫ് പേഴ്സ് കിട്ടാൻ ബോക്സുകളിലുള്ള ആ നമ്പറുകൾ തമ്മിൽ ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രം മതി. പക്ഷെ നമുക്ക് ഇനി എന്ത് കണ്ടുപിടിക്കണം? ഫേവറബിൾ ഔട്ട്കംസ്. ഇതിപ്പോ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കം ആണ് കിട്ടിയത്. അതായത് ഡിനോമിനേറ്റർ കിട്ടിക്കഴിഞ്ഞു. ഇനി ന്യൂമറേറ്റർ എന്താണെന്നും കൂടി നമുക്കൊന്ന് കാണണം. അതും കാർഡ് വെച്ചിട്ട് നോക്കാം, നമുക്ക് എളുപ്പം മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മള് ഫേവറബിൾ ഔട്ട്കംസിലേക്ക് പോവാണ്. ഫേവറബിൾ ഔട്ട്കംസ് എന്താണ് പറയുന്നത്? 2 ഓഡ് നമ്പർ കിട്ടണം. അപ്പൊ ഈവൻ നമ്പർ നമ്മൾ ഇതിൽ നിന്ന് മാറ്റിക്കളയണം. എല്ലാ ഈവൻ നമ്പേഴ്സും നമുക്ക് എടുക്കാം. 2 എടുത്തു, 4 എടുത്തു, 6 എടുത്തു, 8 എടുത്തു, യെസ് 10 കൂടെ എടുത്തു. ഇതിൽ അതേപോലെ തന്നെ 2 എടുത്തു, 4 എടുത്തു. ഇത്രയേ ഉള്ളൂ. ഇനി നമ്മള് നേരത്തെ പോലെ ജോഡി ഒപ്പിക്കലാണ് അല്ലെ? കാർഡ് കളിയിലെ ജോഡി ഒപ്പിക്കൽ പോലെ
നമുക്കൊന്ന് നോക്കി നോക്കാം. നേരത്തെ പോലെ തന്നെ 1 എടുക്കുന്നു. എങ്ങനെയൊക്കെ വരാം? 1 1 വരാം, 1 3 വരാം, 1 5 വരാം, 1 7 വരാം, 1 1 9 വരാം. അത് 1 വെച്ചിട്ട് അപ്പൊ നമുക്ക് 5 എണ്ണം കിട്ടി. അതേപോലെ തന്നെ 3 വെച്ചിട്ട് 3 1 വരാം, 3 3 വരാം, 3 5 വരാം, 3 7 വരാം, 3 9 വരാം. അതേപോലെ തന്നെ നമുക്ക് 5 വെച്ചിട്ടും 5 1 5 3 5 5 5 7 and 5 9 വരുന്നൂടെ. ഓരോന്നിലും 5 വീതം. 1 5, 3 5, 5 5. That is 15 outcomes are there. ആണല്ലോ, 15 ആണ്. അതങ്ങനെ വരൂ. കാരണം നേരത്തെ ടീച്ചർ പറഞ്ഞില്ലേ, n of A, n of A യില് 5 എണ്ണം, n of B അതില് 3 എണ്ണം. Yes, then n of A cross B will be 5 into 3 15. ഓരോന്നും ഇങ്ങനെ പെറുക്കി പെറുക്കി എഴുതണമെന്നില്ല. പക്ഷെ നമുക്ക് അത് പഠിക്കുകയായതുകൊണ്ട് ടീച്ചർ ഒന്ന് ബോർഡിൽ അത് എഴുതി കാണിച്ചു. നമ്മൾ കാർഡ് വെച്ച് കാണിച്ച് ടീച്ചർ ബോർഡിൽ എഴുതിയെന്നേ ഉള്ളൂ. 1 1 1 1 3 1 5 1 7 1 9. 3 വെച്ചിട്ട് 3 1 3 3 3 5 3 7 3 9 5 1 5 3 5 5 5 7 5 9. നമുക്കറിയാം നേരത്തെ പോലെ തന്നെ n of A യില് ഇതും എപ്പോഴും എഴുതണമെന്നില്ല. ടീച്ചർ ഇത് പഠിപ്പിക്കുകയായതുകൊണ്ട് മാത്രം എഴുതാണ്. n of A യില് 5, n of B യില് 3, is n of A cross B യില് 5 into 3 which is equal to 15. അപ്പൊ number of favorable outcome കിട്ടി 15. Total number of outcome കിട്ടി 50. 50. Just divide it. Then that will be the probability of getting odd numbers. Okay, നോക്കാം. Probability കാണാനാണ്. Number of favorable outcomes നമുക്കറിയാം 15 ആണ്. Total number of outcome ടോട്ടൽ എത്ര പേഴ്സിന് നമുക്ക് എടുക്കാൻ പറ്റും നമ്മൾ കണ്ടു 50. അതൊന്ന് സിംപ്ലിഫൈ ചെയ്യുന്ന 5 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ 3/10 is the answer. ഓക്കെ, ഇനി ഇതിന്റെ രണ്ടാമത്തെ പോർഷനിലേക്ക് ഒന്ന് കടക്കാം. ഈവൺ നമ്പർ, രണ്ടും ഈവൺ നമ്പർ കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്താണ് അതും കൂടി ഒന്ന് നമുക്കൊന്ന് നോക്കാം. യെസ്, ഇത് നമുക്ക് നോക്കാം. ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്നൊന്നുമില്ല, ടീച്ചർ അഡീഷണൽ ക്വസ്റ്റ്യൻ ആയിട്ട് തരികയാണ്. സാധാരണ ക്വസ്റ്റ്യൻ പേപ്പറിൽ അത് ഉണ്ടാവും. ഓട് ചോദിച്ചാൽ ഉടനെ ഈവണും ചോദിക്കും അവര്. അപ്പൊ രണ്ടിൽ നിന്നും ഈവൺ നമ്പർ കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. കാർഡൊന്നും ഇല്ലാതെ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. എ ബോക്സിൽ ഏതൊക്കെ ഉണ്ടാവും ജസ്റ്റ് നമുക്ക് ഇങ്ങനെ എഴുതിയാൽ മതി. എപ്പോഴും കാർഡൊന്നും കിട്ടില്ലല്ലോ, നമുക്ക് ഇങ്ങനെ പഠിക്കണമല്ലോ. അപ്പൊ എയിൽ ഏതൊക്കെയാ ഉണ്ടാവുക? യെസ്, പറഞ്ഞോളൂ. 2 4 6 8 and 10. വെരി ഗുഡ്. 2 4 8 2 4 6 8 10. That is n of A. എത്ര നമ്പേഴ്സ് ഉണ്ട്? 1 2 3 4 5 തന്നെ. യെസ്. Then ബിയില് ഏതൊക്കെയാണ് ഈവൺ നമ്പേഴ്സ്? യെസ്, 2 and 4 ഓൺലി അല്ലെ. 1 to 5 അല്ലേ ഉള്ളൂ. അപ്പൊ അതിൽ n of B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 numbers only. And n of A cross B 5 into 2 which is equal to 10. ഈ 10 എന്താ? ഫേവറബിൾ ഔട്ട്കം ആണ്. ടോട്ടൽ നമ്പർ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു. ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കം എത്രയാണ് നമുക്ക് കിട്ടിയത്? യെസ്, 50 റൈറ്റ്. അപ്പൊ അതന്നെ വെച്ചിട്ട് പ്രോബ്ലം ചെയ്യാലോ. പ്രോബബിലിറ്റി ഇസ് ഈക്വൽ ടു ഫേവറബിൾ എത്രയാണ്? 10 ഡിവൈഡഡ് ബൈ 50. സിംപ്ലിഫൈ ചെയ്യുമ്പോ 1/5. ഇത്രയേ ഉള്ളൂ. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വലിയ ക്വസ്റ്റ്യൻ അല്ലേ, പേടിക്കണ്ട. ശരിക്കും വളരെ സിമ്പിളാണ്. കാണുമ്പോ ഒരുപാട് വായിക്കാനുണ്ടെന്നേ ഉള്ളൂ. ഒന്ന് മനസ്സിരുത്തി വായിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. A vessel contains 4 pink pens, 6 yellow pens and 10 green pens. Sketch എന്നാണെന്ന് വിചാരിക്കാം നമുക്ക്. In another vessel contains 7 pink pens, 5 yellow pens, 8 green pens. അങ്ങനെ 2 ബോക്സിൽ കുറച്ച്
ഈ കളറുകളിലുള്ള സ്കെച്ച് പെന്നുകൾ ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുകയാണ്. If we take one pen from each vessel, കൈയിട്ടെടുക്കുകയാണ്, നമ്മൾ എഴുതാൻ വേണ്ടി കൈയിട്ടെടുക്കുകയാണെന്ന് വിചാരിക്കാം ഓരോന്നിനും. അങ്ങനെയാണെങ്കിൽ 3 ക്വസ്റ്റ്യൻ ഇവിടെ ഉണ്ട്. What is the probability of both being same color? രണ്ടും ഒരേ കളർ ആവാനുള്ള പ്രോബബിലിറ്റി. രണ്ടും പിങ്ക് ആവുക, രണ്ടും യെല്ലോ ആവുക, രണ്ടും ഗ്രീൻ ആവുക, അതാവാനുള്ള പ്രോബബിലിറ്റി. വാട്ട് ഇസ് ദ പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ബീയിങ് ഡിഫറെന്റ് കളേഴ്സ്? ഒന്ന് പിങ്ക് ആണെങ്കിൽ മറ്റത് യെല്ലോ ആവാം, ഒന്ന് യെല്ലോ ആണെങ്കിൽ മറ്റത് ഗ്രീൻ ആവാം. അങ്ങനെ ഡിഫറെന്റ് കളേഴ്സ് വരാനുള്ള പ്രോബബിലിറ്റി. ദെൻ തേർഡ് വൺ, വാട്ട് ഇസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് അറ്റ്ലീസ്റ്റ് വൺ പിങ്ക് പെൻ? ഒരു പിങ്ക് പെന്നെങ്കിലും കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്താണ്? അതായത് ഒരു പിങ്ക് പെൻ കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്ന് വെച്ചാൽ രണ്ടും പിങ്ക് ആവാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഒരു പിങ്ക്, ഒരു യെല്ലോ, ഒരു പിങ്ക്, ഒരു ഗ്രീൻ, അങ്ങനെയും വരാം. ഓക്കെ, ഇതാണ് 3 ക്വസ്റ്റ്യൻ. നേരത്തെ പോലെ തന്നെ നമ്മള് പെണ്ണ് വെച്ചിട്ട് തന്നെയാണ് ടീച്ചർ കാണിച്ചു തരുന്നത്. ഇത് പഠിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്, പെട്ടെന്ന് നിങ്ങൾക്ക് ഗ്രാസ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, നമുക്ക് പോവാം. ഇതാ നമ്മുടെ 2 ബോക്സസ് ഉണ്ടാക്കിയിരിക്കുന്നു. അതിലിതാ ടീച്ചർ പെന്നുകൾ നിരത്തി വെച്ചിരിക്കുന്നു. കറക്റ്റ് എണ്ണത്തിലാണ് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാം, എ എന്നുള്ള ബോക്സിൽ 4 പിങ്ക്, 6 യെല്ലോ, 10 ഗ്രീൻ. ബി എന്ന ബോക്സിൽ 7 പിങ്ക്, 5 യെല്ലോ, 8 ഗ്രീൻ. നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ആദ്യം നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് എത്രയാണെന്ന് കാണണം. ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് കിട്ടാൻ എളുപ്പല്ലേ? എയിൽ എത്രയുണ്ട്? എയിൽ എത്ര ടോട്ടൽ പെന്നുകളുണ്ട്? യെസ്, 6 + 4 10, 10 + 10 20. അപ്പൊ എയിൽ 20, ബിയിലും 20. ഇതാ നോക്കൂ, 20 ആണ് ആഡ് ചെയ്യുമ്പോ. എയിലും 20, ബിയിലും 20. n of A 20, n of B 20. Then what will be n of A cross B? Yes, 20 into 20, 400. So, total number of outcomes നമുക്ക് 400 എന്ന് കിട്ടും. ഇനി നമുക്ക് കാണേണ്ടത് സെയിം ഫേവറബിൾ ഔട്ട്കംസ് ആണ്. സെയിം എത്രയാണെന്നുള്ളത് നോക്കാം. നോക്കൂ, സെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് തമ്മിലുള്ളത്, പിങ്കുകൾ തമ്മിലുള്ളത്. പിങ്കുകൾ തമ്മിൽ എത്ര തരത്തിൽ ജോഡിയാക്കാം നമുക്കറിയാം. പിങ്കുകൾ മാത്രം എടുത്തു നോക്കൂ. n of A 4, n of B 7. മൾട്ടിപ്ലൈ ചെയ്യാം. 4 into 7 28. കഴിഞ്ഞില്ല, അത് പിങ്കിന്റെ മാത്രമാണ്. അതോടെ വെക്കട്ടെ. ദെൻ 2 യെല്ലോസ് തമ്മില്, അവര് തമ്മിലും പേഴ്സ് ഉണ്ട്. അതായത് 6 into 5. 6 യെല്ലോ, ഇവിടെ 5 യെല്ലോ. 6 into 5 30. യെസ്, കഴിഞ്ഞില്ലല്ലോ. സെയിം കളേഴ്സ് ഇതിൽ നിന്നും ഉണ്ടാക്കിക്കൂടെ? യെസ്, 10 ഗ്രീൻ, 8 ഗ്രീൻ. 10 into 8 80. അപ്പോ എത്ര തരത്തിലുണ്ട്? 28 + 30 + 80. അത്രയും ഫേവറബിൾ ഔട്ട്കം നമുക്കുണ്ട്. നമുക്കൊന്ന് എഴുതി നോക്കാം. ഓക്കെ, യെസ്, അവിടെ നമ്മൾ പറഞ്ഞതൊന്നും ബോർഡിൽ എഴുതിയത് മാത്രമേ ഉള്ളൂ. ഇപ്പൊ തന്നെ ആൻസർ ഒക്കെ എല്ലാവരുടെയും മനസ്സിലുണ്ടായിരിക്കും. എന്നാലും ഒന്ന് ബോർഡിൽ എഴുതിയത് മാത്രമേ ഉള്ളൂ. ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് നേരത്തെ പറഞ്ഞു നമ്മൾ. n of A 20 ആണ്. അതേപോലെ n of B യും 20 ആണ്. ടീച്ചർ അവിടെ കാണിച്ചു തന്നതാണ്. ഓരോന്നിലും പിങ്കും യെല്ലോയും ഗ്രീനും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് രണ്ടിലും 20 ആണ് കിട്ടുന്നത്. അപ്പൊ n of A cross B 20 into 20 400. ഇങ്ങനെ ഓരോന്നെടുത്ത് വെച്ച് നോക്കാനൊന്നും കഴിയില്ലല്ലോ. നേരത്തെ നമ്പർ ആയതുകൊണ്ട് നമ്മൾ എഴുതിയതാണ്. ഇതിപ്പോ ഒരു ഒബ്ജക്റ്റ് ആണ്. ഒബ്ജക്റ്റിനെ നമുക്ക് അങ്ങനെ എടുത്ത് വെക്കാൻ 400 ടൈംസ് വെക്കണ്ടേ? അപ്പൊ അതൊന്നും സാധ്യമല്ല. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു ഫോർമുലയിലേക്ക് നമ്മൾ വന്നത്. അപ്പൊ ഈസി ആയിട്ട് നമ്മൾ 400 എഴുതി. അതേപോലെ തന്നെ ഫേവറബിൾ ഔട്ട്കംസ് നോക്കിയപ്പോ 4 into 7 ഇതാരുടെ ആയിരുന്നു? പിങ്കിന്റെ അല്ലെ?
പിങ്ക് ആയിരുന്നു 4 into 7. നമ്മൾ കാണിച്ചു തന്നാണ്. ദാറ്റ് ഈസ് 28. 6 into 8 ആരുടെയാണ്? യെല്ലോന്റെ. യെസ്, 30. 10 into 8 അതാരുടെ ആയിരുന്നു? രണ്ടും ഗ്രീൻ. ഓക്കെ, എല്ലാം കൂടി ആഡ് ചെയ്യാം. ആഡിങ് ആണ്. ആഡ് ചെയ്യുമ്പോ 8 30 1 3 8 138. ഇവിടെ നമുക്ക് കൊടുക്കാലോ ഇനി. ഓക്കെ, ഫേവറബിൾ ഔട്ട്കം ഏതാണ്? 138 ഡിവൈഡഡ് ബൈ 400. ഇതിനെ നമുക്ക് ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് വേണമെങ്കിൽ നമുക്ക് എഴുതാം. സിംപ്ലിഫൈ ചെയ്യുമ്പോ 2 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ 69 ഡിവൈഡഡ് ബൈ 200. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇനി 2ഉം 3ഉം അതിൽ 2 സബ് ക്വസ്റ്റ്യൻ കൂടി ചെയ്യാനുണ്ട്. അത് രണ്ടും നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. അതായത് 2ൽ നിന്നും ഡിഫറൻറ്റ് കിട്ടാനുള്ളത്, ദെൻ അറ്റ്ലീസ്റ്റ് പിങ്ക് കിട്ടാനുള്ളത്. ഇതേപോലെ ആലോചിച്ചൊന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, ഒരു ഹോംവർക്കും കൂടി തരികയാണ്. ഇത് എപ്പോഴും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് ടീച്ചർ തരുന്നത്. ഒന്ന് ചെയ്ത് നോക്കണേ. ക്വസ്റ്റ്യൻ, ഈ പ്രോബബിലിറ്റിന്റെ ഒക്കെ ക്വസ്റ്റ്യൻ ലെങ്തി ആയിരിക്കും. അതിനെ മാത്തമെറ്റിക്കൽ വേർഷനിലേക്ക് ആക്കുമ്പോൾ കുറച്ചേ ഉണ്ടാവുള്ളൂ, സിമ്പിൾ ആയിരിക്കും. അതുകൊണ്ട് ക്വസ്റ്റ്യന്റെ വലിപ്പം കണ്ടിട്ട് വായിക്കാൻ മടിച്ചിരിക്കരുത്. ക്വസ്റ്റ്യൻ വായിച്ചു തരാം ടീച്ചറോട്. There are 60 students in a class among which 30 are boys. ഒരു ക്ലാസ്സിൽ 60 കുട്ടികള്, അതിൽ 30 കുട്ടികൾ ബോയ്സ്. 30 സ്റ്റുഡൻസ് ബോയ്സ് ആണെങ്കിൽ 30 സ്റ്റുഡൻസ് ഗേൾസ് എന്നുള്ള അണ്ടർസ്റ്റുഡ് ആണ് നമുക്ക്, അല്ലെ? In another class, മറ്റൊരു ക്ലാസ്, there are 50 students among which 25 are girls. വേറൊരു ക്ലാസ്സിൽ 50 കുട്ടികളിലും അതിൽ 25 കുട്ടികൾ ഗേൾസ് ആണ്. അപ്പൊ നോർമലി ബാക്കി 25 കുട്ടികൾ ബോയ്സ്. If one from each class is selected, ഓരോന്നിന്നും ഓരോ കുട്ടിയായിട്ട് സെലക്ട് ചെയ്തു എന്ന് വിചാരിക്കാം. പേഴ്സ് ആക്കി നമ്മൾ സെലക്ട് ചെയ്യാൻ. അങ്ങനെയാണെങ്കിൽ വാട്ട് ഇസ് ദ പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ബീയിങ് ഗേൾസ്? രണ്ടും പെൺകുട്ടിയാകാനുള്ള സാധ്യത എന്താണ്? സെക്കൻഡ് വൺ, വാട്ട് ഇസ് ദ പ്രോബബിലിറ്റി ഓഫ് ഹാവിംഗ് അറ്റ്ലീസ്റ്റ് വൺ ഗേൾ? ഒരു പെൺകുട്ടിയെങ്കിലും ആ പെയറിൽ ഉണ്ടാവാനുള്ള സാധ്യത എന്താണ്? ഈ 2 ക്വസ്റ്റ്യനും ആൻസർ എഴുതുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ കമന്റ് ബോക്സിൽ ഒന്ന് ഇടുക. ടീച്ചർ അത് ക്ലിയർ ചെയ്ത് തരും. ഓക്കെ, ബൈ.